ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ ഓണപരീക്ഷ ഏകദേശം അവസാനത്തെ പരീക്ഷയായി എത്തിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവസാനത്തെ പരീക്ഷ ഏതാണ്? മലയാള ഫസ്റ്റ് ആണ്, കേരള പാഠാവലിയാണ്. അപ്പോൾ ബാക്കിയുള്ള പരീക്ഷകളൊക്കെ എങ്ങനെയാണോ നമ്മൾ സൈലത്തിന്റെ കൂടെ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ നമ്മൾ മലയാള ഫസ്റ്റ് എന്ത് ചെയ്യും, സൂപ്പറായിട്ട് നമ്മൾ പഠിക്കും. മലയാള സെക്കൻഡ് ഒക്കെ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് പേര് ടീച്ചർക്ക് മെസ്സേജ് അയച്ചിരുന്നു, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ കമന്റുകൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതേപോലെ നമുക്ക് മലയാളം ഫസ്റ്റ് എന്ത് ചെയ്യണടാ, സെറ്റ് ആക്കണം. അപ്പൊ എന്തൊക്കെയാണ് മലയാളം ഫസ്റ്റിൽ പഠിക്കാനുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഉള്ളിൽ ഉയർക്കും മഴവില്ല് എന്നാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര്. അതിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. സുഹൃതഹാരങ്ങൾ, അമ്മ, പാത്തുമ്മയുടെ ആട്, ഒരു സത്യമായ കഥ. ഓക്കെ, ഇതിൽ പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് ഭൂമിയാകുന്നു നാം, ആന ഡോക്ടർ, പുളിമാവ് വെട്ടി, പ്രകൃതി പാഠങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റിലുള്ളത്. മൂന്നാമത്തത് കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകളാണ്, തരിശു നിലങ്ങളിലേക്ക്, അച്യുതമാമ, നിങ്ങളും നിങ്ങളുടെ ജോലിയും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 3 യൂണിറ്റുകൾ. ഇതിൽ ആദ്യത്തെ 2 യൂണിറ്റിൽ നിന്നാണ് നമുക്ക് ഓണപരീക്ഷയ്ക്ക് വേണ്ടി പാഠങ്ങൾ ഉണ്ടാവുന്നത്. അതിൽ മാനവികതയുടെ വ്യത്യസ്ത തലങ്ങളെ വ്യത്യസ്തമായ മാനവികതയുടെ തലങ്ങളെ അഭിസംബോധന ചെയ്യുന്ന 3 പാഠങ്ങളാണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിലുള്ളത്. അതിൽ കുമാരനാശാൻ എഴുതിയ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് ചണ്ടാല ഭിക്ഷുകി. അതിലുള്ള കുറച്ച് വരികളാണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യ പാഠഭാഗത്തിലുള്ളത്. രണ്ടാമത്തെ ഒരു കഥയാണ്, മാധവിക്കുട്ടി എഴുതിയ കഥയാണ്. മൂന്നാമത്തത് MK സാനു എഴുതിയിരിക്കുന്ന ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന് പറയുന്ന കൃതിയിലുള്ള ഒരു ഭാഗമാണ് പാത്തുമ്മയുടെ ആട്, സത്യമായ കഥ എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ ഇത്രയുമാണ്, സിമ്പിൾ ആയിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കവിതയിലേക്ക്, സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന കവിതയിലേക്ക് എന്ത് ചെയ്യാം നമുക്ക്, അല്ലെ, അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. അപ്പോൾ ഈ ഒരു കവിത എഴുതിയത് കുമാരനാശാനാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്നറിയപ്പെട്ട കവിയാണ് അല്ലെ. ഒരുപാട് പ്രധാനപ്പെട്ട വിപ്ലവാത്മകമായിട്ടുള്ള കവിതകൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ്. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാണ് അല്ലെ. 1873 ആശാൻ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, 7ാം വയസ്സിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, വിദ്യാഭ്യാസം ആരംഭിച്ചിരുന്നു അല്ലേ. അടുത്ത വർഷം 8ാമത്തെ വയസ്സിലാണ് തോന്നുന്നു അദ്ദേഹം സംസ്കൃത വിദ്യാഭ്യാസമൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം 14ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ് അല്ലെ 4ാം ക്ലാസ് പാസ്സാവുകയും പിന്നീട് അദ്ദേഹം അല്ലെ അങ്ങനെ വളരെ ബേസായിട്ട് അല്ലെ, വളരെ എന്താ പറയുക, കൃത്യമായ രീതിയിലുള്ള സംസ്കൃത പഠനമൊക്കെ വളരെ ചെറിയ പ്രായത്തിലെ തന്നെ എന്ത് ചെയ്തിരുന്നു, അദ്ദേഹം തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള കൃതികളാണ്. ഇപ്പോൾ വീണപൂവാവട്ടെ, അല്ലെങ്കിൽ ചണ്ടാല ഭിക്ഷുകി ആവട്ടെ, അദ്ദേഹത്തിൻ്റെ അല്ലെ എന്താ പറയുക, സീത അല്ലെ, നമ്മുടെ ചിന്താവിഷ്ടയായ സീതയാവട്ടെ, എല്ലാ കൃതികളും എന്താണ്, അത്രയും മികച്ച കൃതികളാണ് അദ്ദേഹം എഴുതി. കരുണ അല്ലെ, ഓരോ കൃതികളും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട് നിൽക്കുന്ന കൃതികൾ എഴുതി. എല്ലാ കൃതികളും എന്താണ്, എന്താ പറയുക, പ്രസിദ്ധമാണെന്നുള്ള അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട കൃതികളാണ് ആശാന്റെ കൃതികളെല്ലാം തന്നെ അല്ലെ. അപ്പൊ ആശാന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്നാണ് ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്നത്. ചണ്ടാല ഭിക്ഷുവിലെ കഥ നടക്കുന്ന ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപാണ്. ഓക്കെ, അപ്പൊ ആ കഥ എന്ന് പറയുന്നത് പുരാതന ഇന്ത്യയിലെ ശ്രാവസ്തി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു പ്രദേശത്ത് ഭീകരമായിട്ടുള്ള വരൾച്ച ഉണ്ടാവുകയാണ്, വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാവുകയാണ്. അപ്പൊ ആ സമയത്ത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് സകല ജീവജാലങ്ങളും എന്ത് ചെയ്യാണ്, വെള്ളം കിട്ടാതെ വലയുന്ന സമയമാണ്. അപ്പോൾ ദാഹിച്ചു വലഞ്ഞിട്ടുള്ള ആനന്ദൻ എന്ന് പറയുന്നൊരു ബുദ്ധഭിക്ഷു. ഓക്കെ, ബുദ്ധഭിക്ഷുവാണ് അദ്ദേഹം. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ഗ്രാമവൃക്ഷത്തിന്റെ അല്ലെ ഗ്രാമത്തിലെ ഒരു എന്തിൻ്റെ അടുത്ത് എത്തുകയാണ്, കിണറിന്റെ അടുത്ത് എത്തുകയാണ് കേട്ടോ. അപ്പൊ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കി, കിണറ്റിൽ വെള്ളം കോരിയായിരുന്നു മാതങ്കി. അപ്പൊ മാതങ്കിനെ കാണുകയാണ് ഈ ദാഹിച്ച് തൊണ്ടപ്പെട്ടി വരുന്ന ഈ ബുദ്ധഭിക്ഷുവായിട്ടുള്ള ആനന്ദൻ ആരെ കാണുകയാണ്, നമ്മുടെ മാതങ്കി അല്ലെ. മാതങ്കി വെള്ളം കോരുകയാണ്. അപ്പം മാതങ്കിയോട് ചോദിക്കുകയാണ്, ഈ ബുദ്ധഭിക്ഷു ചോദിക്കുകയാണ്, അതായത് ഇത്തിരി വെള്ളം തരുമോ എന്ന് ചോദിക്കുന്നതാണ് നമ്മളുടെ പാഠഭാഗം അല്ലെ. അപ്പൊ ദാഹാർത്തനായ ആനന്ദൻ എന്ന് പറയുന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കാണുകയാണ്. അപ്പൊ ദാഹിക്കുന്നു സോദരി അല്ലെ, എങ്ങനെയാ പറയുന്നത്, തൂമത്തേടും തൻ പാള കിണറ്റിൽ ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ അല്ലെ, കോമളാങ്കി നീർ കോരി നിന്നീടിനാൾ അല്ലെ. അപ്പൊ അങ്ങനെ വെള്ളം കോരി നിൽക്കുന്ന പിന്നെ സഹോദരിയെ അല്ലെ, സഹോദരി എനിക്കിത്തിരി വെള്ളം തരൂ എന്ന് ആരോട് ചോദിക്കുകയാണ്, ദാഹിക്കുന്നു അല്ലെ, എനിക്കിച്ചിരി വെള്ളം തരൂ എന്ന് ആര് പറയാണ്, ആശാൻ നമ്മളുടെ മാതങ്കിനോട് പറയാണ് അല്ലെ. അപ്പൊ അങ്ങനെ മാതങ്കി എന്ത് ചെയ്യാണ്, അവൾ അമ്പരന്ന് പോവാണ്. കാരണം ജാതി എന്ന് പറയുന്നത് അല്ലെ, ജാതി അത് അത്രയും ഭീകരമായ രീതിയിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥതയായിരുന്നു ആ കാലഘട്ടത്തിൽ അല്ലെ. ജാതിക്കെതിരെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ രീതിയിൽ തൻ്റെ കവിതയിലൂടെ പ്രതിഷേധം അറിയിച്ചിട്ടുള്ള ഒരു കവി കൂടിയാണ് കുമാരനാശാൻ കേട്ടോ. അപ്പം അന്ന്
താഴ്ന്ന ജാതി ഉയർന്ന ജാതി, ഇങ്ങനെ സവർണർ അവർ എന്നൊക്കെ പറയുന്ന വളരെ പ്രകടമായ രീതിയിലുള്ള കാര്യങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു അല്ലെ. ഈ തമ്പ്രക്കന്മാർ വരുന്ന സമയത്ത്, ദൂരേന്ന് വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഈ താഴ്ന്ന ജാതിയിലാണെന്ന് പറയപ്പെടുന്ന മനുഷ്യർ അല്ലെ, മനുഷ്യരുടെ റോഡിൽ നിന്നൊക്കെ മാറിപ്പോകണം. കാരണം ഇവരെ കണ്ടാൽ പോലും, കണ്ടാലയത്തം തൊട്ടാലയത്തം തീണ്ടേൽ എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നൊക്കെ പറയുന്ന വാക്ക്, അതായത് കാണാനും പാടില്ല ഇത്തരം മനുഷ്യരെ എന്നാണ്. ആലോചിച്ച് നോക്കൂ, അത്ര ഭീകരമായിട്ടുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥയൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനൊരു ബുദ്ധഭിക്ഷുവിന് എങ്ങനെയാണ് അല്ലെ, അവർണരായിട്ടുള്ള താഴേക്കിടയിലേക്കുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ മാതങ്കി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാണ്, അല്ലല്ല ഇതെന്ത് കഷ്ടാണ് അല്ലെ, ദാഹിച്ച് വലഞ്ഞ കാരണം അങ്ങ് ജാതി മറന്നുവോ അല്ലെ, അദ്ദേഹത്തിന് അല്ലെ അങ്ങേക്ക് കണ്ണ് കാണുന്നില്ലേ, ദാഹിച്ച് വലഞ്ഞ് അങ്ങ് കണ്ണൊക്കെ കാണേണ്ട ബോധമൊക്കെ പോയി, അങ്ങനെ ഞാൻ ആരാന്ന് മനസ്സിലായില്ലേ, എൻ്റെ ജാതി ഏതാന്ന് അറിയില്ലേ അല്ലെ, അപ്പൊ ഞാൻ എങ്ങനെ അങ്ങക്ക് വെള്ളം തരിക അല്ലെ, അങ്ങ് ജാതി മറന്നുപോയോ, ഇത് തരാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള മാതങ്കിയുടെ ആശങ്കകളാണ് മാതങ്കി പറയുന്നത് അല്ലെ. അപ്പൊ നീചനാരി എന്നാണ് വിശേഷിപ്പിക്കുന്നത്, താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീ എന്നാണ് നീചനാരി എന്നുള്ള വാക്കിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ കയ്യിൽ നിന്ന് നീചനാരിയുടെ കയ്യിൽ നിന്ന് ജലം വാങ്ങി ബ്രാഹ്മണർ എന്ത് ചെയ്യാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, ശരീര അശുദ്ധിയായി പോവും അല്ലെ. അപ്പോൾ ജലം തന്നാലും അല്ലെ എന്താണ്, കോപമരുത് എന്ന് ആര് പറയാണ്, മാതങ്കി പറയാണ് അല്ലെ. ചണ്ടാലിയായി ഞാൻ പാപം ചെയ്തവളാകും അല്ലെ, ഗ്രാമത്തിന്റെ പുറത്ത് വസിക്കുന്ന ചാമർ നായകന്റെ കിടാത്തിയായിട്ടുള്ള പെൺകുട്ടിയാണ് ഞാൻ ആര് പറയാണ്, നമ്മുടെ ആര് പറയാണ്, നമ്മുടെ മാതങ്കി അല്ലെ ബുദ്ധഭിക്ഷുവിനോട് പറയാണ്. കാരണം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥ അതാണെടാ, ഒരു ഇച്ചിരി വെള്ളം പോലും ദാഹിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ജാതിയിൽ താഴ്ന്ന ഒരു പെൺകുട്ടി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത് പാപമാണ് എന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നമുക്ക് വരിക കേട്ടോ. ചിലപ്പോൾ ഒരു എസ്ഐ ചോദ്യമൊക്കെ നമുക്കറിയാം, ദുരഭിമാന കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്, ജാതിയുടെ മതത്തിന്റെ പേരിൽ അനേകം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ജാതിപരമായിട്ടുള്ള അസമത്വങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യം, എസ്ഐ ചോദ്യം, ഉപന്യാസമോ അല്ലെങ്കിൽ മുഖപ്രസംഗമോ അല്ലെങ്കിൽ എന്താണ് അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രഭാഷണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ ഇങ്ങനെ ജാതി അറിയാതെ അല്ലെ ആണോ അങ്ങ് വെള്ളം ചോദിച്ചെന്നൊക്കെ ചോദിച്ച സമയത്തും ഞാൻ നീചനാരിയാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭാവഭേദമൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാണ്, ആനന്ദ ഭിക്ഷു പറയാണ്, ഞാൻ നിന്റെ ജാതി അല്ലല്ലോ ചോദിച്ചത്, ഞാൻ എന്താ ചോദിച്ചത്, എനിക്ക് ഇത്തിരി ദാഹജലം അല്ലെ, ദാഹിച്ച വെള്ളം ഇച്ചിരി തരുമെന്നല്ലേ ചോദിച്ചത്, ഞാൻ എൻ്റെ ജാതിയോ മതമോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ എന്ന് ആര് പറയാണ്, നമ്മളുടെ ബുദ്ധഭിക്ഷുവായിട്ടുള്ള നമ്മളുടെ ആനന്ദൻ ആരോട് പറയാണ്, നമ്മളുടെ അല്ലെ മാതങ്കിയോട് പറയാണ് കേട്ടോ. അപ്പൊ നാവ് വരണ്ടിരിക്കുന്നു, നീ പേടിക്കണ്ട, നീ എനിക്ക് ഇച്ചിരി വെള്ളം തരൂ അല്ലെ. എന്നിട്ട് ചുവന്ന താമരപ്പൂ പോലെ സുന്ദരനായിട്ടുള്ള ഭിക്ഷു ഉടനെ എന്ത് ചെയ്യാണ്, അയാളുടെ കൈക്കൊമ്പിൾ ഇങ്ങനെ കൂപ്പി അല്ലെ നീട്ടി നിൽക്കുകയാണ്. അപ്പൊ സുന്ദരിയായിട്ടുള്ള അവൾ പിന്നെ തർക്കിക്കാനൊന്നുമില്ല, അവൾക്ക് അതിന്റെ ഇത് മനസ്സിലാവാണ് അല്ലെ. അങ്ങനെ അവളുടെ മനസ്സലിഞ്ഞു, അങ്ങനെ സുന്ദരിയായ അവള് കല്ലോ ഇരുമ്പോ ഒന്നും അല്ല അല്ലെ മാതങ്കിയുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ അവൾ ജാതി മതം ഒന്നും നോക്കാതെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് ദാഹിച്ച ആ വെള്ളം കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം കാർമേഘം പോലെ, പിന്നെ ആരെ വർണ്ണിക്കുന്നുണ്ട്, മാതങ്കിനെ വളരെ മനോഹരമായ രീതിയിൽ കവിതയിൽ വർണ്ണിക്കുന്നുണ്ട് അല്ലെ. കാർമേഘം പോലുള്ള കറുത്ത തലമുടി, മുഖം അല്പം മാഞ്ഞു കിടക്കുന്ന മനോഹരമായിട്ടുള്ള സാരിയൊക്കെ ഒതുക്കി ചെറുചെരി ഒഴുകുന്ന ചുവന്ന നിറമുള്ള ചുണ്ട അല്പം വിടർത്തി എന്ത് ചെയ്യാണ്, വളരെയധികം വിസ്മയം അല്ലെ കൗതുകമൊക്കെ വികസിച്ച് വന്നിട്ടുള്ള നക്ഷത്രം കണക്കെ കരിമഷേതിയ കണ്ണുകളോട് കൂടിയുള്ള സുന്ദരിയായിട്ടുള്ള അവൾ എന്ത് ചെയ്യാണ്, നോക്കി നിൽക്കുകയാണ് അല്ലെ. ചുവന്ന തരിലിനെ പോലും തോൽപ്പിക്കുന്ന വിധമുള്ള സൂര്യകിരണങ്ങളാൽ പുലർച്ചയിൽ ശരീരം മൂടി വണ്ടുകൾ ചെന്ന് മുട്ടിവിടുന്ന ചെന്താമരപ്പൂ വിടർന്നു നിൽക്കുന്ന പോലെയാണ് ആര് നിൽക്കുന്നത്, മാതങ്കി അല്ലെ. അത്ര സുന്ദരിയായിരുന്നു മാതങ്കി എന്നാണ് ആശാൻ എന്ത് ചെയ്യുന്നത്, ആ വരികൾ അവളെ വർണ്ണിക്കുന്നത് കേട്ടോ. പിന്നെന്താ പറയുന്നത്, പിന്നെ കൈത്താർ, കൈയാകുന്ന പുഷ്പം, വിറക്കിയാൽ പാളയിൽ കോരിയെടുത്ത മനോഹരമായ തുളുമ്പി ചിന്നി നിന്ന ജലം എന്ത് ചെയ്യാണ്, അങ്ങനെ പൊട്ടി നുറുക്കിയ കണ്ണാടി ചില്ല് പോലെയാണ് എന്ത് ചെയ്താൽ തെളിഞ്ഞ വെള്ളം കാണുന്നത് അല്ലെ. അങ്ങനെ ആർത്തിയോടെ ഇങ്ങനെ ദാഹിച്ച വരുന്നത് ആ ബുദ്ധഭിക്ഷു എന്ത് ചെയ്യാണ്, നീട്ടിയ കൈപ്പൂവിൽ, കൈയാകുന്ന പൂവാണ്, ആ പൂവിൽ കൈയാകുന്ന പൂവിലേക്ക് എന്ത് ചെയ്യണു, അവളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ പുണ്യശാലിനി എന്ന് വിളിക്കുകയാണ്, അതായത് പ്രവൃത്തി കൊണ്ട് പുണ്യം ചെയ്തവൾ, അതായത് ദാഹിച്ച് വലഞ്ഞൊരാൾക്ക് വെള്ളം പകർന്നതാണ് അല്ലെ. അവൾ പകർന്നിടുന്ന തണ്ണീരിന്റെ ഓരോരോ തുള്ളിയിലും അവസാനമില്ലാത്ത പുണ്യകർമ്മത്തിന്റെ പൂമാലകളാണ് എന്ത് ചെയ്യുന്നത്, അന്തരാത്മാവിൽ അല്ലെ അർപ്പിക്കുന്നുണ്ടാവുന്നത് എന്ന് കവി പറയുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആശയമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ വിഷയത്തെ ചർച്ച ചെയ്യുന്ന ഒരു പാഠഭാഗമാണ് ഇത് സുഹൃതഹാരങ്ങൾ അല്ലെങ്കിൽ ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന കവിത. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ്. ഇതിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ എന്താണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠം, ടീച്ചർ പറഞ്ഞതുപോലെ എസ്എ ചോദ്യങ്ങളൊക്കെ എന്താണ് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗം കൂടെയാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഇതിൽ നിന്ന്
ഓരോ വരികളും അല്ലേ, വരികളൊക്കെയാണ് നമുക്ക് ഡൗട്ട് ഉണ്ടാവുക. അപ്പോൾ ഓരോ വരികളും നമുക്ക് പഠിക്കണം, അതിൻ്റെ ആശയം നമുക്ക് പഠിക്കണം. അതേപോലെ തന്നെ എന്താണ്, ഇതിൽ 5 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ എസ്സേ ചോദ്യങ്ങളോ ഏത് ചോദ്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ലൈവുകളിൽ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഇപ്പോൾ എന്താണ് പാഠം എന്നുള്ളതാണ് ടീച്ചർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്താണെന്ന് മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ലൈവുകളിൽ നമുക്ക് സെറ്റായി ഉഷാറായിട്ട് പഠിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പെർട്ടിക്കുലർ പാഠഭാഗങ്ങൾ ആവശ്യം ഉണ്ടാവില്ലേ, അത് മക്കളെ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടിടുക. നമുക്ക് എന്ത് ചെയ്യാം, അത്തരം വീഡിയോസ്, മക്കൾക്ക് വേണ്ട വീഡിയോസ് ടീച്ചർ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. ഓൾ ദ ബെസ്റ്റ്.